സൂപ്പർ ബീഫ് കറി. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്നാണെങ്കിൽ ഒരു എല്ല് കറി ഉണ്ടാക്കാൻ പോകുന്നത്. എല്ല് മാത്രമല്ല, അത് ബീഫും ഉണ്ട്. നമുക്ക് അധികം കുക്കറിനകത്ത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. കുക്കർ വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കണം. നമുക്ക് അതേപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് നല്ലപോലെ മൂപ്പിക്കാം. ഇത് വെളുത്തുള്ളി ഇച്ചിരി ഏറെ വേണേ, നല്ലപോലെ നമുക്ക് മൂപ്പിക്കാവേ. നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇതാണെങ്കിൽ കറിവേപ്പില ഫ്രോസൺ, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. കറിവേപ്പില ആഡ് ചെയ്യാം. അത്യാവശ്യം മൂക്കുമ്പോൾ നമുക്കിനി സവോള ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് 2 ചെറിയ സവോള ആഡ് ചെയ്യുന്നത്. നമുക്ക് എത്രയാണ് എല്ലും ബീഫും ഉള്ളത് അതേപോലെയാണ് നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്യേണ്ടത്. സവോളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ. പക്ഷേ വെളുത്തുള്ളി ഇച്ചിരി കൂടുതലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇത് ഇത്ര സവോളയൊക്കെ ഇത്ര ആയാൽ മതിയായിരിക്കും. നമുക്കിനി പൊടികൾ ആഡ് ചെയ്യാവേ. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇച്ചിരി അധികം വേണേ. അതേപോലെ ഗരം മസാല നമുക്ക് നമുക്ക് പൊടിച്ചത് വേണം ആഡ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഗരം മസാലയ്ക്കകത്ത് നമുക്ക് പെരിഞ്ചീരകം ഏറെ വേണം, കുരുമുളക്, അതേപോലെ ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട, അതേപോലെ 2-3 ഉലുവയും കൂടെ വേണേ. ഇത് നമുക്ക് നല്ലപോലെ മൂപ്പിക്കാം. ഏകദേശം ഇത് പൊടികളൊക്കെ നല്ലപോലെ കറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു ടൊമാറ്റോയും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് നല്ലപോലെ ഇളക്കാം. നമുക്കിനി ബീഫും എല്ലും ഒക്കെ നമുക്ക് നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് നല്ലപോലെ ഇളക്കാവേ. നമുക്ക് എന്നിട്ട് ആവശ്യപോലെ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം. നമ്മുടെ ഗ്രേവിയുടെ ഇതുപോലെ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ. നമുക്ക് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് കുക്കർ വിസിൽ നമുക്കിടാവേ. അത് ഓരോ ഇറച്ചിയുടെ വേവ് പോലെ വേണം നമുക്ക് വിസിൽ ഇടാൻ വേണ്ടി. ഇതിപ്പോൾ ബീഫ് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിനി തുറന്ന് നോക്കാവേ. ബീഫ് സെറ്റായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ പറ്റാൻ വേണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. ഇച്ചിരി കൂടെ നമുക്ക് പറ്റിക്കാം. ഇച്ചിരിയും കൂടെ പറ്റാനുണ്ട്. നമുക്ക് കുറച്ചും കൂടെ പറ്റിക്കാവേ. ഇപ്പം നമ്മുടെ ബീഫ് സെറ്റായിട്ടുണ്ട്. നല്ല കുറുകിയ ചാറായിട്ടുണ്ട്. ബീഫും എല്ലും നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു സോ മച്ച്.